ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നിമിഷ സ്മാർട്ട് കുക്കിംഗ്. ഞാൻ നിമിഷ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. 2 kg കേക്ക് അത്. അപ്പോൾ ആദ്യത്തെ കേക്ക് താഴത്തെ ഫസ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് 1.5 kg. മേളത്തെ കേക്ക് നമുക്ക് വന്നിരിക്കുന്നത് 500 ഗ്രാം. അപ്പോൾ ഫസ്റ്റ് ആണെങ്കിൽ മേളത്തെ ഞാൻ ചെറിയ കേക്കാണ് ഞാൻ റെഡിയാക്കുന്നത് കേട്ടോ. അപ്പം അതാണെങ്കിൽ നമുക്ക് 4 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ആദ്യം ഷുഗർ സിറപ്പ് സോക്ക് ചെയ്തെടുക്കാം. ക്രീമും കൊണ്ട് നമുക്ക് ഐസിങ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് വേണം അതിൻ്റെ മേളിൽ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സ്ട്രോബെറി ക്രഷും ആഡ് ചെയ്ത് കുറച്ച് ചെറീസും വെച്ച് കൊടുക്കാം. ഇങ്ങനെയാണ് ഞാൻ ഫില്ലിങ് കൊടുക്കുന്നത് കേട്ടോ. വൈറ്റ് ഫോറസ്റ്റ് എല്ലാവരുടെയും എങ്ങനെയാണെന്ന് അറിയത്തില്ല, എല്ലാവരും രീതികൾ വേറെ. ചിലരൊക്കെ ആണെങ്കിൽ ചോക്ലേറ്റ് മാത്രം ഗ്രേറ്റ് ചെയ്ത് ഇടുന്നവരുണ്ട്, ചിലർ സ്ട്രോബെറി ക്രഷും ചോക്കോ ചിപ്സും അങ്ങനെയൊക്കെ ആയിട്ട് ഇടുന്നവരുണ്ട്. എല്ലാവരും ഇതനുസരിച്ച് വ്യത്യാസങ്ങൾ വരും കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണേ ചെയ്യുന്നത്. അപ്പം നമുക്ക് റിച്ചായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് എക്സ്ട്രാ ചാർജൊക്കെ ഇതിൻ്റെ തരുന്നുണ്ടെങ്കിൽ നല്ല റിച്ചായിട്ട് വേണമെന്ന് പറയുവാണെങ്കിൽ നമുക്ക് മിൽക്ക് മെയ്ഡ് ആണെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ചോക്ലേറ്റ് ഗനാഷാണേ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് ഏതെനിക്ക് നമുക്ക് എല്ലാ ലെയറും റെഡിയാക്കി എടുക്കാം. ആദ്യം ചെറിയ കേക്ക് ഉണ്ടാക്കിയാണെങ്കിൽ ക്രം കോട്ട് ചെയ്തിട്ട് സെറ്റ് ആവാൻ വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് വലിയ കേക്ക് റെഡിയാക്കാം. ആ നേരം കൊണ്ട് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ഇത് ചെയ്യുമല്ലോ, തണുത്ത് കിട്ടും. അപ്പോൾ നമുക്ക് പിന്നെ ഫൈനൽ അങ്ങനെയാണ് ചെയ്യുന്നത്. രണ്ടും മാറിയാണെങ്കിൽ 2 കേക്കും ചെയ്തെടുക്കും കേട്ടോ ഒരുമിച്ച്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് റെസിപ്പീസും വീഡിയോസൊക്കെ എങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാൻ മറന്നുപോകും. കണ്ടു കഴിഞ്ഞിട്ട് പ്ലീസ് അങ്ങനെ ചെയ്യൽ, ഒരു ലൈക്ക് ചെയ്യുക. പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ടും ചെയ്യണേ. അപ്പോൾ അതേ ആദ്യത്തെ കേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ അടിക്കത്തെ 1.5 kg കേക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി 1 kg ഡ്രം ബേസ് ആണേ ഞാൻ എടുത്തേക്കുന്നത്. 2 kg എപ്പോഴും ഡ്രം ബേസ്, 2 kg 3 kg വരെയാണെങ്കിൽ മേളിലോട്ടൊക്കെ കേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഡ്രം ബേസിൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് 1 kg അല്ലെങ്കിൽ ½ kg ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നോർമൽ കേക്ക് ബോർഡ് മാത്രം മതി കേട്ടോ. അപ്പോൾ നമുക്ക് വലിയ കേക്കൊക്കെ വെയിറ്റ് കൂടിയ കേക്കാണെങ്കിൽ ഇതുപോലെ ഡ്രം ബേസ് എടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് നന്നായിട്ട് ക്രീം പെരട്ടി കൊടുക്കണം. എന്നിട്ട് വേണം ലെയർ വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ നല്ല സ്റ്റിക്കായിട്ട് അവിടെ ഇരുന്നോളും കേട്ടോ സ്പഞ്ച്. അതുകൊണ്ട് നമ്മൾ അടിക്കുന്നത് ക്രീം പെട്ടുന്നത്. അപ്പോൾ അത് ഫസ്റ്റ് ലെയർ ആദ്യത്തെ കൂട്ടിന് ഷുഗർ സോക്ക് ചെയ്ത് കൊടുത്ത് ക്രീം കൊണ്ട് ഐസിങ് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം നമുക്കാണെങ്കിൽ ചോക്ലേറ്റ് ഗനാഷും സ്ട്രോബെറി ക്രഷും ചെറീസും ഫില്ലിങ്ങായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ ലെയറാണെങ്കിൽ വെച്ചപ്പം ചെറുതായിട്ടൊരു ക്രാക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിപ്പോൾ നമ്മൾ അകത്തിങ്ങനെ വെച്ച് അമക്കി ഇതാക്കി കഴിയുമ്പോൾ അത് അറിയത്തും പോലും ഇല്ല കേട്ടോ. ഇവിടെ അതിൻ്റെ കൂട്ടത്തിന് നന്നായിട്ട് സെറ്റായി കിട്ടും. അപ്പോൾ അത് ഏതാണെങ്കിൽ ഇതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണെങ്കിൽ ഫ്ലവറാണ്, മൊത്തം ഫ്ലവറായിട്ട് റോസറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റിലാണെങ്കിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇതിനകത്താണെങ്കിൽ നമുക്ക് വലിയ കേക്കിന് താഴെയാണെങ്കിൽ റോസറ്റ്, മേളത്തെ ആണെങ്കിൽ നോർമലായിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്ത് നമുക്ക് ഐസിങ് ചെയ്യണം. ഇതിന് നമുക്ക് ഐസിങ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. മേളിൽ മാത്രം ഒന്ന് ഫിനിഷിങ് കൊടുത്താൽ മതി. താഴത്തെ ലെയർ നമുക്ക് ഫിനിഷിങ് ചെയ്യേണ്ടേ, അടിഭാഗം നമുക്ക് ഫിനിഷിങ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ, സൈഡ് ഭാഗമൊന്നും. അപ്പോൾ അത് കണ്ടാൽ മതി, ഇത് മുന്നോട്ട് കാണാൻ പറ്റും എങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ അപ്പോൾ ഫുള്ളായിട്ട് കാണണം കേട്ടോ. കാണാത്തവരൊക്കെ ബിഗിനറൊക്കെ ആണെങ്കിൽ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കണം, എന്നാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ ഇതെങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ ഇത് ക്രം കോട്ട് ചെയ്ത് നമുക്കിതൊന്ന് സെറ്റ് ആകാൻ വെച്ചാൽ അപ്പോൾ ആ നേരം കൊണ്ട് 10-15 മിനിറ്റത്തേക്ക് ചെറിയ കേക്ക് ആദ്യം റെഡിയാക്കി വെച്ചാൽ അത് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് തന്നെ ഫൈനൽ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ഒത്തിരി സ്പീഡിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളല്ലെങ്കിൽ കണ്ട് ബോറാവത്തില്ല, അത് കാരണം കൊണ്ട് ഞാൻ ഇത്തിരി സ്പീഡിൽ കൂട്ടി കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഫൈനൽ കോട്ട് നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ കേക്ക്. ഇത് നമുക്കിനി സെറ്റ് ആവാനായിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഇതുപോലൊക്കെ എവിടെയൊക്കെ ഗ്യാപ്പ് നമുക്ക് നമുക്ക് ഫിനിഷിംഗ് ഇല്ലാന്ന് തോന്നുവാണെങ്കിൽ എക്സ്ട്രാ ക്രീമകത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് സ്ക്രാപ്പർ കൊണ്ടൊന്ന് കറക്കി കൊടുത്താൽ മതി. അപ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ട് സ്മൂത്തായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് തോന്നുന്നുണ്ട് ഡ്രൈ ആയി തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഫിനിഷിങ് വരുന്നതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം കൊണ്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഫിനിഷിംഗ് ആയി കിട്ടും. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ചെറിയ കേക്ക് പിന്നെ വലിയ കേക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ മേളം മാത്രമേ ഫിനിഷിങ് ചെയ്യുന്നുള്ളൂ. മേളിൽ നന്നായി ക്രീം പുരട്ടി മേളിൽ ഫിനിഷിങ് ചെയ്യുന്നുള്ളൂ, സൈഡിൽ ഞങ്ങൾ ഫിനിഷിങ് ചെയ്യുന്നില്ല. അത് റോസറ്റ് വരയ്ക്കാനുള്ളതാണ് കേട്ടോ. അവർക്കാണെങ്കിൽ ഒരു വയസ്സുള്ള കൊച്ചിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ കളറൊന്നും വേണ്ടാന്ന് പറഞ്ഞ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ സിമ്പിളായിട്ട് വൈറ്റ് ക്രീം കൊണ്ട് തന്നെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും. പിന്നെ അകത്തും നമ്മളാണെങ്കിൽ അവരും വൈറ്റ് ഫോറസ്റ്റ് കേക്ക് തന്നെയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. ഒരു വയസ്സുള്ള കൊച്ചല്ലേ, അപ്പോൾ അത് കാരണം കൊണ്ട് അവർ കളറൊക്കെ സ്കിപ്പ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ റോസറ്റ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ 3 ലെയർ ഞാൻ സ്ക്രാപ്പർ കൊണ്ട് കറക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും എത്ര ലൈൻ വരുന്നുണ്ടോ അതനുസരിച്ച് വേണം നമ്മൾ റോസറ്റ സെറ്റാക്കി എടുക്കാനായിട്ട്. അപ്പോൾ അത് നമുക്ക് അങ്ങനെ ആകുമ്പോൾ എല്ലാം റോസറ്റ ഒരുപോലെ തന്നെ ആയി കിട്ടും കേട്ടോ. നിങ്ങൾക്കെല്ലാം മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി കേട്ടോ. നിങ്ങളുടെ എല്ലാ ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഞാനാണെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയാണ് കേട്ടോ ഇത് ഓർഡർ ഉള്ളത്. അപ്പോൾ ഒരു ദിവസം മുന്നേ നമുക്ക് ഇപ്പം 2 ടയർ കേക്ക് സ്റ്റാക്ക് ചെയ്യുന്ന കേക്കൊക്കെ ആണെങ്കിൽ ടയർ കേക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ദിവസം മുന്നേ എല്ലാം റെഡിയാക്കി വെക്കണം.
ഒരു 5 മണിക്കൂറെങ്കിലും സെറ്റ് ആവണം കേട്ടോ, എന്നാലേ നമുക്ക് ഒന്നിൻ്റെ മേളിൽ ഒന്നും വെക്കാൻ പറ്റത്തേ ഉള്ളൂ. അല്ലെങ്കിൽ താഴത്തെ കേക്കിന് ഡാമേജ് വരാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ നടക്കുന്ന ഇതുപോലെ വലിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ സ്ക്വയറും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീരെ കേക്ക് നമ്മൾ ഡെലിവറി ചെയ്യുന്ന സമയത്ത് അനങ്ങാതെ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് വൈറ്റ് കളർ റോസും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഗോൾഡൻ കളറും കൊണ്ട് നമ്മൾ ഇതുപോലെ ട്രിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ കൊച്ചിൻ്റെ പേരും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഹാപ്പി ബർത്ത്ഡേ ടോപ്പറും വെച്ച് കൊടുക്കും. അപ്പോൾ ഇന്നത്തെ കേക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് അറിയിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ പറയുന്നങ്ങോട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെത്തേക്കും ബൈ ഫ്രണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.